ഹലോ, ഇന്നത്തെ റെസിപ്പി ഇടിയപ്പം ഉണ്ടാക്കുന്നതാണ്. അതിനു വേണ്ടി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. മാവ് കുഴക്കുന്ന രീതിയൊക്കെ എല്ലാവർക്കും അറിയാലോ, ഇടിയപ്പത്തിന് എങ്ങനെയാണ്. അങ്ങനെ ഇടിയപ്പത്തിൻ്റെ കുറ്റിയെടുത്ത് നമ്മൾ അച്ചിലേക്ക് മാവ് നിറച്ച് കൊടുത്തിട്ട്, ഇന്ന് സ്പെഷ്യലായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതുവരെ നിങ്ങളാരും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. നമ്മുടെ സാധാ അപ്പച്ചട്ടിയിൽ നമ്മൾ അപ്പം ചുട്ടെടുക്കുന്ന അതേ രീതിയിൽ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. അതിന് അപ്പച്ചട്ടിയിൽ എണ്ണ ആക്കിയിട്ട് അതിൽ നമ്മൾ ദോശ വീശിപ്പാരുന്നില്ലേ, അതേപോലെ തന്നെ നമുക്ക് ഇടിയപ്പം ചുറ്റി കൊടുക്കാം. തട്ടിൽ നിന്ന് അങ്ങോട്ടെടുത്ത് വെക്കണ്ട, ഇങ്ങോട്ടെടുത്ത് വെക്കണ്ട. പെട്ടെന്ന് മക്കളൊക്കെ സ്കൂൾക്കൊക്കെ പോണ നേരത്ത് പെട്ടെന്ന് നമുക്ക് ചുറ്റിയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഈ റെസിപ്പി നിങ്ങളാരും ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല, ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ആരും ചെയ്തത്. അത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഒന്നും വേണ്ട, നമുക്ക് സാധാ അപ്പച്ചട്ടി മതി. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്ക്, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ മസൂർ ദാൽ കറിയാണ് ഉണ്ടാക്കുന്നത്. രണ്ടും നല്ല ടേസ്റ്റാണ്, രണ്ടും കൂടി നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ തരും. നല്ല പെടാത്ത അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എന്താണ് അതിൻ്റെ കുറവെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇടിയപ്പം ഇവിടെ റെഡിയായി. ഒക്കെ ചുട്ട് കഴിഞ്ഞ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്കും കമൻറ്റൊക്കെ തരും. എന്നാലല്ലേ ഇനി നമുക്ക് വീഡിയോ ചെയ്യാൻ ഒരു പ്രോത്സാഹനമായി തോന്നുള്ളൂ. അങ്ങനെ ഓക്കെ, ഇതാണ്.